കഴിച്ച് അങ്ങനെ കിറിങ്ങടിച്ചിരുന്ന് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കണ്ടേന്നുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് കറിയായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. തേങ്ങാപ്പാൽ പഞ്ചസാരയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്തായാലും ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പൊടി ഞാൻ കുറച്ച് ദിവസം മുന്നേ മേടിച്ച് ഒരു പാക്കറ്റിൽ കുറച്ച് ഇരിക്കേണ്ടായിരുന്നു. പിന്നെ വേറൊരു ഡപ്പയിലും കൂടെ കുറച്ചും കൂടി ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഏട്ടനില്ലാത്തത് കൊണ്ട് കറക്റ്റ് നമ്മൾക്ക് ആ ഒരു കപ്പിൽ ഒരു കപ്പോളം പൊടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് തികയും. അപ്പോൾ അങ്ങനെ കൃത്യം അളവിൽ അങ്ങ് എടുക്കുകയാണ്. പിന്നെ സാധാരണ ഞാൻ ഇങ്ങനെ പരത്തുമ്പോൾ കുറച്ച് വെള്ളം കുഴയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ന് വെറൈറ്റിക്ക് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് മേടിച്ചതുണ്ടായിരുന്നു. ആ നെയ്യ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വെറുതെ ചേർത്ത് കൊടുത്തതാണ്. പക്ഷേ നമ്മൾ സാധനം വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നെയ്യ് ഒഴിക്കുന്നത് കൊണ്ട് നല്ല മണവുമാണ്. നമുക്ക് സാധനം നല്ല സോഫ്റ്റായിട്ട്, ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇത് ചുമ്മാ നെയ്യ് കണ്ടപ്പം ഒരു രസത്തിന് ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് നെയ്യ് വെച്ച് കുഴയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപാടികൾ കഴിയാണ്. അപ്പോൾ ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കാം. ഞങ്ങളുടെ പണ്ട് എന്താ പറയുക, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നുസ്റ്റുള്ള സംഭവമാണ് ഇടിയപ്പവും തേങ്ങാപ്പാലും. തേങ്ങാപ്പാലിൽ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാർ മറ്റേ പശുവിൻ്റെ പാല് വെച്ചിട്ട് ചെയ്യണ കണ്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ പശുവിൻ്റെ പാലങ്ങ് പിടിക്കില്ല. തേങ്ങാപ്പാൽ വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ അയ്യെന്ന് പറയും. അതുകൊണ്ട് ഏട്ടനില്ലാത്ത ദിവസം ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ട. ഞാൻ വളരെ കുറച്ച്, അരമുറി പോലും ഞാൻ എടുത്തില്ല. അരമുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. കാരണം 2 പേർക്കാവുമ്പം അത്ര മതിയല്ലോ. അപ്പം അങ്ങനെ വളരെ കുറച്ചേ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ സംഭവം ചിരണ്ടി ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുക. പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർക്കും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പേഴ്സണലി. ഞാൻ 1-2 ആൾക്കാർ എനിക്കറിയണവരും ഇതുപോലെ ഈ ഒരു കോമ്പിനേഷൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാർ ഇതിൻ്റെ കൂടെ കറി അല്ലെങ്കിൽ പിന്നെ നമ്മൾ പശുവിൻ്റെ പാലൊക്കെയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇടിയപ്പവും തേങ്ങാപ്പാലും കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് പേഴ്സണലി ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മമ്മിയൊക്കെ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേട്ടാ സംഭവം റെഡിയായി. ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് പഞ്ചസാര ഇടുക, ഉപ്പിട്ടിട്ട് ഇളക്കുക. നമ്മൾക്ക് തിരക്കുള്ള സമയത്താണെങ്കിലും പെട്ടെന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കേണ്ടത് ഉള്ളൂ എങ്കിൽ വേഗം തന്നെ നമ്മുടെ പരിപാടി കഴിയും.
ഇന്ന് ആളെണ്ണം കുറവായതുകൊണ്ട് മേലത്തെ ഒരു തട്ടിൽ മാത്രമേ ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ സംഭവം നമ്മുടെ അടുപ്പിലേക്ക് കയറ്റി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റ് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. 10 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇടിയപ്പം വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യാം. പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ കഴിക്കണേക്കാട്ടിലും മുൻപ് എൻ്റെ കുറച്ച് രാവിലത്തെ പരിപാടികളിലേക്ക് ഞാൻ കടന്നു. ഭയങ്കര എന്താ പറയുക, പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ എന്താ പറയുക ഒരു ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഞാൻ കൂടുതലായിട്ട് പറയാത്തത്, പല വീഡിയോസിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേഷനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് പറയാത്തത്. പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ നന്നായി കഴിച്ചു. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഇടിയപ്പത്തിന് അച്ചിന് വലിപ്പം കൂടുതലായതുകൊണ്ട് ഇച്ചിരി മറ്റേ നമ്മുടെ നൂലുകൾക്കൊക്കെ ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ 2 കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നിറയും. അപ്പോൾ എന്താ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടു. അലക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കഷ്ടപ്പെട്ട് അലക്കുകല്ലിൽ അലക്കണേന്ന്. ഒന്നുമില്ല, ചുമ്മാ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് സ്വിച്ച് ഇട്ടിട്ട് പോകും. അങ്ങനെ അപ്പോൾ കുറച്ച് അലക്കാൻ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടിയൊക്കെ എടുത്തിട്ടു. പിന്നെന്താ, അപ്പം അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഭക്ഷണമൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം സദ്യേൻ്റെ ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് തള്ളിയേക്കണതുകൊണ്ട് 1-2 ദിവസത്തേക്ക് നമുക്കിനിയിപ്പോൾ കറികൾ ഉണ്ടാക്കേണ്ട ജോലിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഫ്രീ ആണ്. പിന്നെ എനിക്ക് 1-2 റീൽസ് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ലിക്വിഡ് തീരാനായി. ഈ ഒരു ബോക്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡ് വേറെ മേടിക്കേണ്ടി വരും. നല്ല ലിക്വിഡാണ് കേട്ടോ. മീഷോന്ന് തന്നെ ഞാനിപ്പോൾ എന്തായാലും ഓർഡർ ആക്കുകയുള്ളൂ. ഇതും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു 400 രൂപയ്ക്ക് 20 ലിറ്ററിൻ്റെ 2 കുപ്പി കിട്ടിയത്. പിന്നെ നമ്മളുടെ ഓണപ്പൂക്കളം, ഓണത്തിൻ്റെ അന്ന് ഉച്ച മുതലേ തന്നെ ഇങ്ങനെ കരിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഈ സാധനം അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ മടി കേട്ട് അത് അവിടെ അങ്ങ് കിടക്കും. അങ്ങനെ അതൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞു കേട്ടോ. എന്തായാലും ഫുഡ് കഴിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇരുട്ടിരിക്കണമല്ല, പൂക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൂമൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് റീൽസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ നമ്മൾ കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത്. ഇനിയും ഇരിക്കാനുണ്ട്. ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഇതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കറീൻ്റെ ബാക്കി ഇത്ര സംഭവങ്ങളൊക്കെ ആയിട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് കഴിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ കിടന്നതാണ്. കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 2:30-3 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. ഇപ്പം തന്നെ ഏട്ടനും വരാറായിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ വെക്കണം. പിന്നെ ടി വിയിൽ പപ്പ ഈ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ട് ടി വി ഓണാക്കാറേ ഇല്ല. ഇവിടെ ടി വി ഓണാക്കണ ഒരേ ഒരു വ്യക്തി പപ്പയാണ്. പിന്നെ ഫോണിനെങ്ങാനും ചാർജ് ഇല്ലാത്ത അവസരങ്ങളിൽ മാത്രമാണ് ഈ സാധനത്തിന് ഞാൻ ആശ്രയിക്കാറുള്ളത്. അപ്പോൾ ചുമ്മാ ഇവിടെ ഇരുന്ന് കണ്ട്. വ്യാഴാഴ്ചയാ. അപ്പോൾ പാൽ ഇവിടെ ഇടവിട്ട് മേടിക്കണോണ്ട് ഏട്ടനോട് പാൽ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കാപ്പിപ്പൊടി ഫിൽറ്റർ കോപ്പി. എനിക്ക് ബ്രൂവിൻ്റെ അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ലായിട്ട് ഉണ്ടാക്കിയപ്പോൾ. പിന്നെ നമ്മളത് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ എന്തോ ഒരു സാധനം ചേച്ചിയുടെ അപ്പ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, ചീസ് സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. മധുരമൊന്നുമില്ല, പക്ഷേ സംഭവം അടിപൊളിയാണ്. അതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഏട്ടനും ചായ കുടിച്ചു, എല്ലാവരും ചായ കുടിച്ചു. അപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നാളത്തേക്ക് അപ്പത്തിന് നമുക്ക് അരച്ച് വയ്ക്കാനുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് എനിക്ക് അരയ്ക്കാനുള്ള മടി കാരണം നീക്കി വെച്ച് ഫ്രിഡ്ജിലിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ നിർത്തിട്ട് ഞാൻ ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രിയിലത്തേക്ക് നമുക്ക് ഇന്നലത്തെ എല്ലാ കറികളും ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പം ഞാൻ എന്തായാലും ഒരു സിനിമ പോയി കാണട്ടെ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.